എടാ സീരിയൽ ഇതിൽ നന്നായിട്ട് കാണുന്നില്ലേ? ഇത് ഇഴഞ്ഞിഴഞ്ഞ് എങ്ങടായി പോണത്? കാശ് കൊടുത്തില്ല ഇനി മിണ്ടാതിരിക്കും. ജിക്സി, നിനക്കെൻ്റെ ഉള്ളിലെ സ്ഥാനം ഞാൻ തന്നത് എത്രത്തോളമാണെന്ന് നിനക്കറിയില്ലേ ജിക്സി? എന്നിട്ടാണോ നീ എന്നോട് ഈ ചതി ചെയ്തത്? എന്ത് ചതി? എന്ത് ചതി ഞാൻ ചെയ്തെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇത് ചതിയല്ലേ ജിക്സി, ചതിയല്ലേ? ഇതാണോ ഒരു ചതിയായിട്ട് നിങ്ങൾ കണക്കാക്കുന്നത്? അങ്ങനെ ഇതിൽ ശരിക്കും ആരാരെന്നെ പ്രേമിക്കുന്നു? എനിക്കറിയില്ല. ചെല്ലോട് വെച്ചിട്ടുള്ളത് എന്താണെന്ന് ഞാനിനി പറയണമല്ലേ? എൻ്റെ ഒരാഗ്രഹം കൊണ്ട് നിന്റെ കയ്യിൽ നിന്നും ഒരു ഐസ്ക്രീം തിന്നണമെന്നല്ലേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. എന്റെ കയ്യിലെ പൈസയാണ് പോയത്. ജോലിയുള്ളത് നിങ്ങൾക്ക്. ഞാൻ എന്റെ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാനിരിക്കുന്ന പൈസ എടുത്ത് നിങ്ങൾക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. ഇതിലിപ്പോ ഏതാ നിനക്ക് ലിപ്സ്റ്റിക്ക് കലക്കി തന്നെ എന്നെ കൊന്നൂടായിരുന്നു? മനുഷ്യൻ വയറിളകി കേൾക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച ഒന്നായി. അറിയാമോ? കഴിഞ്ഞില്ലേ ഇത്? എന്റെ നിർബന്ധം കൊണ്ടാണ് എന്റെ ലിപ്സ്റ്റിക്കിന്റെ പൈസ നിങ്ങൾക്ക് ഞാൻ ഐസ്ക്രീം ഐസ്ക്രീമിന്റെ ഒരു തരി നിങ്ങൾ എനിക്ക് തന്നു. നിങ്ങളുടെ കൊതി കാരണം സംഭവിച്ചത് എന്റെ ചതിയായി നിങ്ങൾ കാണരുത്. നീ വാങ്ങി തന്നല്ലേ എന്ന് കരുതി വീട്ടിലെത്തിയ ഞാൻ വാതിലടച്ച് കപ്പം കുപ്പം ആർക്കും കൊടുക്കാതെ വെട്ടി വിഴുങ്ങി. പിറ്റേ ദിവസമാണ് എൻ്റെ വയറിളകി ഞാൻ ഈ കോലമായത്. നീ എന്നോട് നിനക്ക് നല്ല ഏതെങ്കിലും ഷോപ്പിൽ കയറി എനിക്ക് വാങ്ങിത്തരാമായിരുന്നില്ലേ? പാർക്കിന്റെ സൈഡിൽ വെക്കുന്ന പോപ്കോൺ എനിക്ക് വയറ്റിൽ പിടിക്കുന്നത് അറിയാവുന്നതല്ലേ? എന്ത് കാണുന്നത്? എന്തായാലും മനസ്സിലാവുണ്ടത്? ടിക്കറ്റ് എടുത്തല്ലേ? ഒരു കാര്യം ചെയ്ത് നിങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിട്ട് വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് വരാം. പിന്നെ ഇരുന്ന് കണ്ട നിങ്ങളുടെ ഭ്രാന്തിക്ക് വേണ്ടത് ഒരു സിനിമ ഇറക്കിയേക്കുന്നതാണ്. 40 കോടി അത്ര കൊടുക്കത്ത. പുള്ളി കാശ് കൊടുത്ത് ചെലവാക്കി പടം എടുത്ത പോലെ ഉണ്ടല്ലോ. എല്ലാവരും സഹിച്ചിട്ട് തന്നെ അല്ലേ ഇരിക്കണത്? ഓപ്പിലെ സിനിമ മനുഷ്യൻ്റെ ഒരു ദിവസം പോയി. ഒരു ചായ ഒന്നുമില്ല. ഇന്നലെ ഞാൻ കഴിഞ്ഞ എന്തേ പോയില്ലേ? പുറത്തൊഴിക്കാൻ പോയതാ? അല്ലടാ, പുറത്ത് ഭയങ്കര ചൂട്. എന്തായാലും കാശ് കൊടുത്തല്ലേ, പടം കഴിയുന്നവരെ തണുപ്പത്തിരിക്കാല്ലേ. അതല്ലേ ഞാൻ പറഞ്ഞത്. കണ്ടിട്ട് പോയാ പോരെ. കഴിഞ്ഞ് പോകുമ്പോ വിളിക്കിട്ടാ. എനിക്കൊന്നും വേണ്ട. ആ ശബ്ദം ഒന്ന് കുറച്ചാ സുഖമായി കിടക്കാറ്. ശബ്ദം എങ്ങനെ കുറയ്ക്കും? എല്ലാവർക്കും കാണണ്ടേ? നമ്മുടെ വീടൊന്നല്ലത്. ഉഗ്രം പടം അസ്സല പടം. എല്ലാം പുതിയ ആളുകളാണ്. ഡയറക്ടറും ആക്ടേഴ്സും എല്ലാം അയ്യോ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് നെഗറ്റീവ് അഭിപ്രായമാണ്. എഡിറ്റ് ചെയ്ത് പണ്ടാരടങ്ങേ ഉള്ളൂ. ആള് കയറണം, പക്ഷേ ഇപ്പോൾ ആളില്ല. ഓക്കെ ശരി. പടം കണ്ടോ? ഇല്ല, ഞങ്ങൾ കണ്ട പ്രൊമോഷൻ കണ്ട് അടിപൊളി പ്രേമത്തിന്റെ. പ്യാരിയുടെ പടം. പ്യാരി മൊയ്തു കൂട്ടുകെട്ടെ. അതെ, ഏത് പടം? ഞാൻ ഈ പടം കണ്ടു. എങ്ങനെയുണ്ട്? ഉഗ്രം പടം, അസ്സലായിട്ടുണ്ട്. എല്ലാം പുതിയ ആളുകളാ. അത് ശരി. ഇതൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നേ. എന്തിന്? നല്ല പടമല്ലേ, അത് കയറി പൊക്കോളും. മാത്രമല്ല അവര് ഞങ്ങളെ ഒന്നും സഹായിച്ചിട്ടൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാര്യമായിട്ട് സഹായിച്ചിട്ടുണ്ട് ഈ പടം. ശരി. അതല്ല, അതിനെ പൊക്കി കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പൊ ഓക്കെ, ശരി. ഇത് കുറച്ച് പാടുപെടും ഈ പടത്തിനെ പൊക്കിക്കൊണ്ടുവരാൻ. ഒറ്റ മനുഷ്യൻ നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വാ. അറിയുന്നവർക്ക് നല്ല ആനന്ദമാകട്ടെ, അറിയാത്തവർക്ക് പൊന്നും കളിവിളയാട്ടം താകതകർന്നേ. അറിയുന്നവർക്ക് നല്ല ആനന്ദമാകട്ടെ, അറിയാത്തവർക്ക് പൊന്നു കളിവിളയാട്ടം താകതകർന്നേ. കേരള വർത്തമാന
രാജകുമാരത്തിൻ്റെ പ്രിയ പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എരമല്ലൂർ സാനിയ തിയേറ്ററിൻ്റെ സ്ക്രീൻ 2-ന്റെ മുന്നിലാണ്. ഇവിടെ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു അടിപൊളി പ്രേമം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രമാണ്. ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാർ പ്യാരിജാതൻ അഭിനയിച്ച് പ്രശസ്ത സംവിധായകൻ മൊയ്തു സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ്. ഈ ചിത്രം ഞങ്ങൾ തിയേറ്ററിൽ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഹൗസ്ഫുൾ ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷോ ഏതാണ്ട് കഴിയാറായിരിക്കുകയാണ്. നമുക്ക് പ്രേക്ഷകരുടെ സത്യസന്ധമായ അഭിപ്രായത്തിലേക്ക് പോകാം. ഷോ ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം തന്നെ ഷോ കഴിഞ്ഞ് എല്ലാവരും പുറത്തു വരും. ഞാൻ മരിച്ചാലും നിന്നെ മരിക്കാൻ ഞാൻ അനുവദിക്കില്ല ചേച്ചി, അനുവദിക്കില്ല. സിനിമ എങ്ങനെയുണ്ട്? വെരി വെരി ഗുഡ്. ചേട്ടാ പണിക്കുമ്പോ കൂടെ കപ്പലിന് കച്ചവടത്തിനും കൂടെ വേറെ പണിയിലും ഒരു പടായിരുന്നു. സിനിമ എങ്ങനെ ഉണ്ടായി? അതെ സിനിമ നമ്മുടെ സൂപ്പർ സ്റ്റാർ നമ്മുടെ പ്യാരിജാതന്റെ അഭിനയം എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട് ചേട്ടാ? ഒരു രക്ഷയില്ല ചേട്ടാ, പറ്റിക്കാൻ വേണ്ടി ഒരേ റിവ്യൂ കണ്ടിട്ട് വന്നത്. നമ്മുടെ സംവിധാനത്തിനെ കുറിച്ച് എന്ത് എങ്ങനെ? നമ്മുടെ ഈ സിനിമയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എങ്ങനെയുണ്ട്? വളരെ നല്ല സിനിമ. കുറെ കാലത്തിന് ശേഷം ഇത്രയും മനോഹരമായ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. കുടുംബസമേതം കാണാൻ പറ്റിയ നല്ല സിനിമ. കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമാണ് എല്ലാവരും. മോനെ സിനിമ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടില്ല. എങ്ങനെയുണ്ട് ചേച്ചി സിനിമ? അല്ല എന്തിപ്പോ അവിടെ പറഞ്ഞു? നല്ല പടാന്ന്. ഞാൻ പടം നന്നല്ല എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങില്ലേ, അപ്പൊ ഈ നിൽക്കുന്ന ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പടം എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു 10 വയസ്സിക്കില്ലാന്ന്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു ചേട്ടാ പടം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഞാൻ മൈക്കായിട്ട് വന്നിട്ട് പടം എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ നല്ല പടാന്ന് പറയണം എന്നും പറഞ്ഞിട്ട് 500 റുപ്യ ഒന്നും. അപ്പൊ ഞാൻ നല്ല പടാന്ന് പറഞ്ഞു. എനിക്ക് ചിലവായ പൈസ കിട്ടിയില്ലേ? എന്ത് പണിയെ കാട്ടിയതാ വെച്ചാ നമ്മളെപ്പോഴുള്ള ആൾക്കാർ ഇതേമാതിരി പറയണ കേട്ടിട്ടല്ലേ മറ്റുള്ള ആളുകൾ സിനിമ കാണാൻ പറഞ്ഞേ. ഇത് ചതിയല്ലേ, ഇത് ചീറ്റിംഗ് ആണിത്, അത് ശരിയല്ല. അത് ആദ്യം അവരൊക്കെ നല്ല സിനിമ എടുക്കാൻ പഠിക്കട്ടെ, എന്നിട്ട് ആ സിനിമയെ കുറിച്ച് സത്യസന്ധമായിട്ട് അവർ പ്രമോഷൻ കൊടുക്കട്ടെ. അപ്പൊ ആളുകൾ വന്ന് കണ്ടോളും. അല്ലാതെ ഇവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുക, അതന്നെ വളരെ മോശമായി പോയത്. ആ സോഷ്യൽ മീഡിയ പറഞ്ഞതിന്റെ 100-ൽ 1 അംശം ഉണ്ടായിരുന്നു ഈ പണം നന്നായത്. ഓ ആരീ പറയണേ? നീ പറഞ്ഞ കേട്ടിട്ട് അച്ഛനെയും കൂടി ഞാൻ നിർബന്ധിച്ച് ഈ സിനിമയ്ക്ക് വന്നത്. ഇനി മേലിൽ നീ പറയുന്ന ആളുകളുടെ റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് വരുന്ന പരിപാടിയില്ല. നടക്ക്, ആ മഴ വീട്ടിൽ പോയാൽ മതിയായിരുന്നു. അറിയാൻ പാടില്ല, വല്ല കാര്യമുള്ള കാര്യം. അത് പറഞ്ഞു പോയില്ലേ? പൊളിപ്പടം